സോ ഹലോ ഗായ്സ്, വാട്സ് ഗെയിംസ് എല്ലാവർക്കും ആരുടെ ഉള്ളോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും വലിയ അറിവൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ സോളർ പാർട്ടിൻ്റെ സോളർ എന്ന് പറഞ്ഞാൽ അതിന് സെക്കൻഡ് പാർട്ടായിട്ടാണ് വരാമെന്ന്. പക്ഷേ ഇന്ന് നിങ്ങളിപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന ന്യൂബാണോ പ്രോ ആണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ മണ്ട പഠിക്കുക, ഒരു ബിഗണറിന് എങ്ങനെ മണ്ട പഠിക്കാൻ പറ്റും, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം വലുതായിട്ടൊന്നും പറയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം അതോ ഞാനൊരു ക്രാഫ്റ്റ് ലാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. 1v1 ഹെഡ് ഷോട്ട്. ഒരു മിനിറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇങ്ങനെ വണ്ട പഠിക്കണമെന്ന് പഠിപ്പിച്ച് തരാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഓരോ ട്രാക്കിംഗ് സ്റ്റൈലുണ്ട്. റൗണ്ടായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നേരെ ട്രാക്ക് ചെയ്ത വണ്ടപ്പ് കയറും. ഞാൻ ഓരോന്നോരോന്നാക്കി കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് അല്ലാതെ ട്രാക്കിംഗ് സ്റ്റൈൽ കാണിച്ചു തരാം. ഇപ്പം എല്ലാവർക്കും കളി തുടങ്ങിയ ആൾക്കാർക്ക് മാത്രമേ ഈ കളി തുടങ്ങിയ ആൾക്കാർക്കാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ഇടുന്നത്. ആദ്യം നമുക്ക് കണ്ണാക്കാം. ഞാൻ കളി എൻ്റെ മൈക്ക് ഓണാക്കി നമുക്ക് നിങ്ങൾക്ക് ഏത് കണ്ണാണെങ്കിലും ഓരോ കണ്ണിനും ഓരോ ഇതാണ്. നിങ്ങൾക്ക് ഉഡ്പെക്കർ വെച്ച് അടിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഉഡ്പെക്കർ വെച്ച് ഹെഡ്ഷോട്ട് അടിക്കണമെങ്കിൽ നമ്മൾ ഇപ്പം ദൂരത്തിൽ നിന്ന് ഇത്തിരി പാടായിരിക്കും. എനിക്കൊക്കെ ദൂരത്തിൽ നിന്ന് ഇത്തിരി പാടാണ്. നമ്മൾ നല്ലൊരു മീഡിയം സ്ഥലത്ത് വരെ പോകണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യണം, സിറ്റപ്പ് ഇടണം. സിറ്റ് ചെയ്തിട്ട് നിങ്ങളങ്ങ് ഗ്ലൂ ആകണം. എനിക്ക് നമുക്ക് കാണിച്ചു തരും. ഇതിൻ്റെ അവൻ വരട്ടെ ഒന്ന് ഇങ്ങനെ ഗ്ലൂ ആയിട്ടാൽ മതി, അത്രേ ഉള്ളൂ. നമ്മൾ ആ വുഡ്പെക്കറും കൊണ്ടൊരു ഇങ്ങനെയാണ് നമുക്ക് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പം ഞാൻ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെസേർട്ടിൽ നിന്നാണ്. നിങ്ങൾ മെയിനായിട്ട് ഒരു കാര്യം കൂടെ പഠിക്കണം. ഇങ്ങനെ ചുമ്മാ ട്രാക്ക് ചെയ്ത് മാത്രം കളിച്ചാൽ പോരാ, നിങ്ങൾ ഗ്ലൂകളും കൂടെ ഇടാൻ പഠിക്കണം. അത് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. പിന്നെന്തോ നെറ്റ് പോയി. ഒരു മിനിറ്റ് തിരിഞ്ഞാണല്ലോ നെറ്റൊന്നും പോയില്ല. ഒരു മിനിറ്റ് എനിക്കടാ അവൻ ഡ്രസ്സ് മാറ്റുന്നു. എടാ എനിമിയാണോ നിന്റെ മുന്നിൽ ഇരിക്കുന്നത്? കാണിക്കുന്നവൻ എന്നെ പുറത്തിറക്കി വിടാൻ. അമ്മേ ഇവൻ എന്നെ ഇല്ലേ ഒന്ന് എന്നെ ഒന്ന് പുറത്തെടുക്കുന്നില്ല. ഞാനില്ലേ ഇനി പുറത്തിറങ്ങിയിട്ട് നിങ്ങളാണ് അതിന് സക്സസ്ഫുള്ളി അവൻ നമ്മളെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഡെസേർട്ട് വെച്ചാണ് നമ്മൾ അടിക്കാൻ പഠിക്കുന്നത്. ഇങ്ങനെ ഒരു അടി അടിക്കണം എന്ന് വെച്ചാൽ ചിലപ്പം മിസ്സാവും കേട്ടോ. ഇങ്ങനെ അടി അടിക്കണം. ഒന്നും പറയാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ ഇതുകൊണ്ട് മീഡിയം നമുക്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സൗണ്ട് കേൾക്കുന്നില്ലേ? ഞാൻ സൗണ്ട് ഒന്ന് ഓർത്തോട്ടെ. ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കളിക്കുന്നതുകൊണ്ട് ഓവർ. എനിക്ക് ഇത്രയൊക്കെ മതി. നമുക്ക് അവനെ നോക്കണം. നമ്മൾ നമ്മളും ചിലപ്പം ചാവാനുള്ള വഴിയുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുത്തി പിടിച്ചാലും പറ്റും. അവിടെ കാണുന്നില്ല. ഇവനെ വണ്ടാ പഠിക്കുന്ന ഞാൻ കാണിച്ചിട്ട് എന്തോ ലേക്കട വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഭയങ്കര എൻ്റെ കൈ ഞാൻ കാണിച്ചില്ല. ഇങ്ങനെ അടിക്കുന്ന സിറ്റപ്പ് ഇടണം കേട്ടോ. ഞാനിപ്പോൾ അല്ലാതെ കഴിയുന്നു.
ഹെഡ് കയറും. ഞാൻ ഇവനെ ഒന്ന് ഹെഡ് അടിക്കും. ഫസ്റ്റൊക്കെ ആണെങ്കിൽ ഇത്തിരി പാട് വരും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ അത് ഈ കളി കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു. ഞാനിപ്പം തന്നെ പറഞ്ഞുതരാം. കാര്യം ഞാൻ പറയാൻ പോകുന്നത് അവനെ കൊന്നു. കാര്യം ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളിപ്പം നിങ്ങളെ കൈൻ്റെ ആ ഒരു ഇതനുസരിച്ച് വേണം നിങ്ങളെ ഫയർ ബട്ടൺ വെക്കാൻ. ഇപ്പം എൻ്റെ കൈ കണ്ട് ഇത്രയുണ്ട്, ഇത്രയൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കസ്റ്റേജ് കൂടി അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ അവൻ എവിടെ നോക്കിയിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാൻ എവിടെയാണോ പറ്റുന്നത് അവിടെ നമ്മുടെ ഫയർ ബട്ടൺ വെക്കണം. നമ്മൾ വേറെ ആൾക്കാരുടെ കസ്റ്റേജ് കൂടി ഒന്നും കണ്ടിട്ട് നമുക്ക് എന്താണോ കംഫേർട്ട് അതെടുത്ത് വെക്കണം. അതാണ് എനിക്ക് വേറെ. ഞാൻ ഡെസേർട്ട് വണ്ടാ പഠിക്കാന്ന് പറഞ്ഞിട്ട് വണ്ടാ പഠിക്കുന്നില്ല. ഞാൻ വണ്ടാ പഠിക്കുന്നത് ഇവനെന്തോ കുത്തിപ്പിടിയടോ. ഡെസേർട്ട് വെച്ച് നിങ്ങൾ അങ്ങനെ വണ്ടാ പഠിക്കുക. നേരത്തെ പറഞ്ഞു ഒന്ന് ഡ്രാഗ് ചെയ്യണം, ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം. ഓവറാണ് ഇങ്ങനെ, ഓവറാണ് ഇങ്ങനെ. അങ്ങനെയാണ് നിങ്ങൾ. ഇവനെന്തുവാടി, ഞാനൊന്നും സംസാരിക്കാനും പറ്റത്തില്ല. ഞാൻ അടുത്തത് ഞാൻ പറഞ്ഞത് M80 ആണ്. ഞാൻ M80 വെച്ചിപ്പോൾ M80 എടുക്കണം. ഇതാണെങ്കിൽ രണ്ടായിട്ട് കുത്തി പിടിക്കാം. അങ്ങനെ ചെയ്താൽ എനിക്ക് മിക്കപ്പോഴും ഹെഡ് കയറത്തില്ല. ഞാനിപ്പോൾ ഹീലാവട്ടെ. ഇപ്പം ഇവനെന്നെ എന്താ കുത്തിപ്പിടിയോടോ. നമ്മൾ കുത്തിപ്പിടിച്ച് ഹെഡ് അടിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഈസിയാണോ? ഇപ്പം ഇനി ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്കാണ്. ഇങ്ങനെ ഒറ്റയൊരടി കണ്ടോ, കയറി അങ്ങനെ അടിച്ചാൽ നേരെ കയറി. അവൻ ഡെസേർട്ട് അങ്ങനെ ഒറ്റയൊരടി അടിച്ചാൽ അത് നമുക്ക് കയറിക്കോളും. പക്ഷെ ഡെസേർട്ട് ഒന്നും ഉണ്ട്. ഇങ്ങനെ അവനെ അവിടുന്ന് കാണുമ്പോൾ അവന് M80 എടുത്ത് എൻ്റെ കോപ്പി അടിക്കുന്നു. M80 കൊടുക്കുന്നത് ഞാനടുത്ത് ഡെസേർട്ട് എന്താണ് ഈ ഡെസേർട്ട് എനിക്ക് പറ്റിയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടപ്പോൾ വരുന്ന ഡെസേർട്ടില്ല. എനിക്കെന്തോ പറ്റി കിട്ടും. സൗണ്ട് ഇച്ചിരി കുറഞ്ഞു. ഞാൻ സൗണ്ട് കൂട്ടത് ഇത്രയൊക്കെ വെക്കാം. നമുക്ക് ഇത്രയൊക്കെ മതി. എന്തോ കുത്തിപ്പിടി കയറാൻ. പിന്നെ കാണുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം അടിച്ചു പിടിച്ചിട്ട് എടാ ഞാനിപ്പോൾ ചാവും. അവരെൻ്റെ എടാ എനിക്ക് അനങ്ങുന്നുണ്ട്. നമുക്കിനി നമ്മൾ സ്വന്തം അല്ലെങ്കിൽ ഞാൻ ചാവും. അതുകൊണ്ടാണ് ചാവാൻ താല്പര്യമില്ല. ഞാനിപ്പോൾ ഡെസേർട്ട് വെച്ച് പറ്റുന്നില്ല. എനിക്കെൻ്റെ ഈ ഫയർ ബട്ടൺ അങ്ങോട്ട് മുകളിലോട്ടാവുന്നില്ല. ചെറുതാക്കി ഉണ്ടോ. ഞാൻ ഇവിടെ വെക്കാം. അയ്യോ ഇപ്പം അടിക്കുന്നതിൻ്റെ കൂട്ട് പൊട്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പം പൊട്ടത്തരം കാണിച്ച് നിങ്ങൾക്ക് കണ്ട്. ഞാൻ കണ്ട് ഇവിടെ നിന്നാണ് റാഗ് ചെയ്യുന്നത്. എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഫയർബോട്ടം നിങ്ങൾക്ക് എവിടെ നിന്നാണ് പെട്ടെന്ന് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഫയർബോട്ടാണ്. അതാണ് വേറെ ട്രിപ്പ്. എടാ ഇവൻ എന്തുവാടാ എന്നെ കൊല്ലുന്നത്. ഞാൻ ഇവിടെ നിന്നാണ് റാഗ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിന്നാണ്
ഇവിടെ വെച്ചു. ഞാൻ പെട്ടെന്ന് ചാടുന്ന ഇപ്പം കയറും. എനിക്കാണെങ്കിൽ നിങ്ങൾ പോവാടാ. അതിനെപ്പോൾ കുത്തിപ്പുളിയന്മാരെ എങ്ങനെ കൊല്ലണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഡെസേർട്ട് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായല്ലോ. അതേപോലെ ട്രൈ ചെയ്യും. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇവനിപ്പോൾ മെയിനായിട്ട് ഉപയോഗിച്ച കണ്ണ് വെച്ചാണ് നമ്മൾ ഇനി അവനെ അടിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം എന്നാൽ MP40 എടുക്കാം. നമുക്ക് MP40 എടുക്കാം. എന്നിട്ടാണ് ഡ്രാഗ് ചെയ്തങ്ങ് വിട്ടോ. അങ്ങനെ വിട്ടാൽ എന്തായാലും കയറുമായിരിക്കും. ചിലപ്പം നമ്മൾ ഇങ്ങനെ കയറും. അടുത്ത നമ്മൾ നോക്കാൻ ഇതാകുമ്പം ഞാൻ UMP എടുത്തപ്പോൾ ഇരുന്ന് കാണിക്കുന്നോളൂ ഓർത്തേട്ടാനെ. അപ്പോൾ ഞാൻ UMP എടുത്തപ്പോൾ ഇരുന്ന് കാണിക്കും. ഇങ്ങനെ കേട്ടോ, എനിക്കിപ്പം കയറിയതുണ്ടോ അതേപോലെ ഇട്ടാൽ മതി. ഞാൻ ഡെസേർട്ട് വെച്ചൊന്ന് ഹെഡടിക്കും. കണ്ടോ, അങ്ങനെ അടിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റാത്തോണ്ട് എന്താ കുഴപ്പമുണ്ട്. ഡെസേർട്ട് വെച്ചടിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത കണ്ണിൻ്റെ പേര് എന്തുവാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡ്രാഗണോ ആണ്. ഡ്രാഗണോ എന്ന് പറഞ്ഞാൽ SVD. SVD കണ്ടോ, ഡ്രാഗ് ചെയ്താൽ മതി, എല്ലാം കയറിക്കോളും. ഇതാണ് ഈ കണ്ണ് ഇത്തിരി ഈസിയാണ് കയറ്റാൻ SVD വെച്ച്. ഞാൻ ഇപ്പം ഡ്രാഗ് ചെയ്ത് ചുമ്മാ കയറും. പിന്നെ സൈലൻസറും ഇട്ടുകൊണ്ട് എനിക്ക് ഇത്തിരി സൈലൻസർ ആയിരിക്കും വേറെ കാര്യത്തിന് ഉപയോഗിക്കേണ്ട. ആ റഫൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനില്ലേ, ഇത് എനിക്ക് വണ്ട പിടിച്ച് എനിക്ക് റഫൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇത്തിരിയും കൂടി ഈസിയാണ്. ബാക്കിയുള്ളവർ ക്യാമ്പ് ചെയ്യാനാണ് റഫൽ ഉപയോഗിക്കുന്നത്. അതാണല്ലോ, എനിക്ക് വണ്ട പിടിക്കാണ് ഞാൻ റഫൽ ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ലാഗ് ആയി. നിങ്ങൾ കണ്ടില്ലേ ഞാൻ ലാഗ് ചെയ്തിട്ട്. ഈ M80 പോലത്തെ ഷോർട്ട് ഗൺസിനൊക്കെ വേറെ അവരുടെ ഡ്രാഗിങ് സ്റ്റൈൽ വേറെയാണ്. അവർക്കൊക്കെ 2 ഡ്രാഗിങ് ഉണ്ട്. ഒന്ന് അവർക്ക് വേണമെങ്കിൽ M80 പോലത്തെ ഗൺസ് വെച്ചാണ്. ഒന്ന് അവർക്ക് വേണമെങ്കിൽ 2 കുത്തിപ്പിട്ട് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ ഒരെണ്ണം രണ്ടെണ്ണത്തിൽ ചിലപ്പോഴൊക്കെ പോകും. ശരി, എനിക്കിഷ്ടം അവൻ കൊന്നു. ആ കളി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന അവൻ കൊന്നു നമ്മൾ. അപ്പോൾ പിന്നെ നമ്മൾ ശരിക്കും എന്താന്ന് ട്രെയിനിങ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ട്രെയിനിങ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. പിന്നെ അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എയർ ഡ്രോപ്പൊക്കെ വന്നു. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമുക്ക് ഇപ്പം നമ്മൾ എവിടെ വെച്ച് ഡ്രാഗ് ചെയ്താലാണ് ഹെഡ് കയറുന്നത്. എനിമിയുടെ എവിടെ വെച്ച് ഡ്രാഗ് ചെയ്താലാണ് ഹെഡ് കയറുന്നത്. ഞാൻ ഡൗൺലോഡ് ആക്കിയിട്ടില്ല ഒരു അവൻ ഡൗൺലോഡ് ആവട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എനിമിയാണ്ട് ഇപ്പം എൻ്റെ വെനത്തിൻ്റെ അവിടെ ഇല്ലേ, അവിടെ വെച്ച് നേരെ എന്തായാലും നമ്മുടെ ഇവിടെ കയറും. നമുക്ക് അത് ഡൗൺലോഡ് ആവണം. ഞാനിതൊരു ട്രെയിനിങ് പോലും ഡൗൺലോഡ് ആക്കിയിട്ടില്ല. ക്രാഫ്റ്റ്ലാൻഡ് തന്നെ കളിച്ചാലോ നമുക്ക് വേണ്ട. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഗ്ലൂ വാൾ ഇട്ട് കളിച്ചോണം, അല്ലെങ്കിൽ നമ്മൾ ചാവും. എപ്പോഴും ഗ്ലൂ വാൾ ഇട്ട് കളിക്കണം. ഗ്ലൂ വാൾ ഇട്ട് കളിച്ചാൽ നല്ലതായിരിക്കും. എന്നുവെച്ചാൽ ഇപ്പം എനിമി കറക്റ്റ് അടിക്കാൻ നേരത്ത് നമ്മൾ ഗ്ലൂ വാൾ ഇട്ടാൽ എനിക്ക് ഭയങ്കര പാടായിരിക്കും അടിക്കാൻ. അതേപോലെ നിങ്ങൾ പിന്നെ സിറ്റപ്പ് ഗ്ലൂ വാൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം.
ഞാൻ ട്രെയിനിങ് ഒന്ന് സ്റ്റാർട്ട് ആവട്ടെ പ്ലീസ്. Free Fire India is set in a virtual world, and it's not. ഇതാണ് ഉൾപ്പെക്കർ വെച്ച് ഞാൻ അങ്ങനെ അടിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് ഡ്രാഗ് ചെയ്യണം ഇവരുടെ. ഞാൻ ഇതിനകത്ത് സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊന്നും പറയുന്നില്ലായിരിക്കും, കാരണം സെൻസിറ്റിവിറ്റി നമ്മൾ അടുത്ത കളിയിൽ പറയാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടില്ലേ, നിങ്ങളുടെ ഇത് ലോക്ക് ആവത്തില്ലെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ലോക്കാവും. ഇങ്ങനെ നിങ്ങൾ ഡ്രാഗ് ചെയ്താലില്ലേ ഇവിടെയൊക്കെ വന്ന് നിൽക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ സെൻസിറ്റിവിറ്റിയുടെ കുഴപ്പമാണ്. ഇത് നമ്മൾ ഇവിടുന്ന് ഡ്രാഗ് ചെയ്താൽ ഇപ്പം ഞാൻ 2 ഇത് കാണില്ലയോ, ഇവിടുന്ന് ഇങ്ങനെ എൻ്റെ ഇങ്ങനെ 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 ഡ്രാഗ് ചെയ്താൽ ഞാൻ ചിലപ്പോഴൊക്കെ ഇടുക ആണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അടുത്തെന്ത് ഇങ്ങനെ ഇവിടെ സംഭവങ്ങളൊക്കെ ഇവിടെ പോയി. എനിക്കെന്തോ പറ്റിയാണോ അത് ഫ്രീ ഫയറിന് എന്തോ പറ്റി. യോമാരെ വീണ്ടും നശിപ്പിച്ചെന്ന് തോന്നുന്നു. ടോപ്പി പൊട്ടിയണ അപ്ഡേറ്റിൽ ഞാൻ കണ്ടില്ലായിരുന്നു. അതിനകത്ത് ഇപ്പോൾ എല്ലായിടത്തേക്കും ഞാൻ കണ്ടില്ല ഗൈസ്. അത് കാണാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഈ പാരാഫെൽഡ് പോലത്തെ കണ്ണിനൊക്കെ നമ്മൾ അധികം ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ CS കളിക്കുന്ന ആൾക്കാർക്ക്, CS പുഷ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നുവെച്ചാൽ എനിക്കെന്തോ ലാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കുത്തി പിടിച്ചാണെങ്കിൽ ഷോട്ട് ചെയ്താൽ നമുക്ക് ഇത് ഇതിൻ്റെ ഈ കണ്ണെന്ന് വെച്ചാൽ ഒരു ഓവർ പവർഫുള്ളായിട്ട് എല്ലാ ഷോർട്ട് ഗൺസിനൊക്കെ 100 ആയിരിക്കും ഹെഡ് വരുന്നത്. ഇതിൻ്റെ ഒരു ഹെഡിന് നമുക്ക് 200 എത്ര കിട്ടും. അതുകൊണ്ട് ഒരു ഹെഡ് അടിച്ചാൽ തന്നെ ആ എനിമി അങ്ങ് ചത്തോളൂ. ആ പരാഫിൽ ഓവർ പവറാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞ ഡെസേർട്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ആക്കിയിട്ട് നല്ല എനിക്ക് ഗ്ലൂ വാൾ കിട്ടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ സിറ്റപ്പ് ചെയ്ത് ഗ്ലൂ വാൾ ഇടണം. സിറ്റപ്പ് ചെയ്ത് ഗ്ലൂ വാൾ ഇടണം. സിറ്റപ്പ് ചെയ്ത് ഗ്ലൂ വാൾ ഇടണം. സിറ്റപ്പ് ചെയ്ത് ഗ്ലൂ വാൾ. ഞാനിപ്പം ബ്ലൂ വാൾ സോണിൽ പോയി കാണിച്ചത്. ബ്ലൂ വാൾ സോണിൽ നിന്ന് വെച്ചാൽ ഇപ്പം ഒരാൾ നമ്മളിപ്പോൾ അടിക്കാൻ വരുമല്ലോ. ഇങ്ങനെ സിറ്റപ്പ് ചെയ്ത് ഇങ്ങനെ സിറ്റപ്പ് ചെയ്ത് ഇങ്ങനെ സിറ്റപ്പ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ സിറ്റപ്പ് ചെയ്ത് ഇങ്ങനെ സിറ്റപ്പ് ചെയ്ത് സിറ്റപ്പ് ചെയ്ത് സിറ്റപ്പ് ചെയ്ത് ഞാനിപ്പോൾ സിറ്റപ്പ് ചെയ്തില്ല. അവൻ എവിടെ അങ്ങനെയാണ് നമ്മൾ അത് ആദ്യം ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അങ്ങനെ എല്ലാം നാം ചെയ്യണം. പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരാണ് പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, ലൈക്ക് ചെയ്യണമെന്ന് മാത്രം പറയുന്നില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാത്രം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ സൈനിങ് ഔട്ട് വിത്ത് AR ടീം.